മഴതോരുമുമ്പയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരെയും കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് അലീന നെടുമ്പുരയ്ക്കിൽ നിന്നും പടിയിറങ്ങാൻ പോവുകയാണ്. ആ ഒരു സ്റ്റോറിയാണ് ഇന്നത്തേതിൽ. അങ്ങനെ അലീനയെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് മനു ആണെങ്കിലും അതുപോലെ കൃഷ്ണമോളും ബബിതയും രോഹിത്തും ഒക്കെ കോളേജും സ്കൂളും ഓഫീസും ഒക്കെ ലീവാക്കിയിട്ട് എല്ലാവരും അലീനയെ യാത്രയാക്കാനുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. അലീന അവരെ പറഞ്ഞയക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ അതിന് അവരൊന്നും തയ്യാറായില്ല. ആ സമയത്ത് അലീന പറഞ്ഞത്, ആരും ഇവിടെ ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാവരുത്, അതെനിക്ക് സങ്കടമാവും, നിങ്ങൾ പോകണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നെങ്കിലും ബബിതയും രോഹിത്തൊക്കെ പറയുന്നുണ്ട്, ഇന്നെങ്കിലും ചേച്ചിയുടെ കൂടെ ഞങ്ങൾക്ക് നല്ലതുപോലെ നിൽക്കണം, ഇന്നൊരു ദിവസം കൂടെയല്ലേ ഉള്ളൂ, ഇനി എന്നാണ് നമ്മൾ നിൽക്കുക എന്നുള്ളതൊന്നും അറിയത്തില്ലല്ലോ എന്നൊക്കെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട്, എന്താ പിള്ളേരെങ്ങനെ കരയുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബബിത ആ സമയത്ത് എന്നിട്ട് പറയുന്ന ചേച്ചിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ തലേ ദിവസം രാത്രി അവർ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയും ചേച്ചിയും അനിയത്തിയെയും പോലെയൊക്കെ കഴിഞ്ഞ് ഉറങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് സങ്കടം സഹിക്കാനാവാതെ അലീന കുറേ കരയുകയായിരുന്നു. അങ്ങനെ കൃഷ്ണമോളോട് സ്വകാര്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു, എന്നാണ് നമ്മൾ ഇനി ഒന്നിച്ച് ചേച്ചി അനിയത്തി ആ ഒരു ഫാമിലി ആയിട്ട് നിൽക്കാൻ കഴിയുക മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് കരയുകയാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ കുളിച്ചൊക്കെ ഒരുങ്ങി നിൽക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാം എന്നുള്ള ആ ഒരു പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത്. അങ്ങനെ എല്ലാവരും ഒത്ത് പാചകം ചെയ്യുകയും അതുപോലെ എല്ലാവരും ഒത്ത് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അലീനയാണെങ്കിൽ ആകെ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ പോകാനുള്ള ഒരു സമയം അടുത്തിങ്ങനെ തുടങ്ങുകയാണ്. ബാലചന്ദ്രമേനോൻ്റെ മനസ്സാണെങ്കിലും വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ്. ബബിതയാണെങ്കിലും രോഹിത്താണെങ്കിലും സങ്കടമൊന്നും കടിച്ചമർത്തി നിൽക്കാൻ അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു. ഒരു മരിച്ച വീട് പോലെയുള്ള അവസ്ഥയിലാണ്. കളിയും ചിരിയും ഒക്കെ മാഞ്ഞു തുടങ്ങുകയായിരുന്നു. അങ്ങനെ പിന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, മോളെ നീ മാറ്റി റെഡിയാവാൻ നോക്ക്, നമുക്ക് ഇറങ്ങേണ്ട സമയം കഴിഞ്ഞല്ലോ, ഒരുപാട് അങ്ങ് കുറച്ച് യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഈ സമയമെങ്കിലും ഇറങ്ങണം, മാറ്റാൻ നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബബിതയും രോഹിത്തും ഒക്കെ എല്ലാവരും ചേർന്ന് അലീനയ്ക്ക് സർപ്രൈസായിട്ട് സാരി ഉടുത്ത് പറഞ്ഞയക്കാമെന്നും ഈ ഒരു എപ്പോഴും കാണുന്ന വേഷത്തിൽ നിന്നും ഒരു ചേഞ്ചായിട്ട് സാരി ഉടുത്ത് പറഞ്ഞയക്കാം എന്നുള്ള ആ ഒരു രീതിയിൽ അവർ സാരിയൊക്കെ ഉടുത്ത് സെറ്റാക്കി വെച്ചിരുന്നു. അങ്ങനെ അലീനയ്ക്ക് അത് അവരെ ഒന്നിച്ച് നിന്ന് സമ്മാനമായിട്ട് നൽകുകയും ബബിതയും കൃഷ്ണമോളും ഒന്നിച്ച് അലീനയെ ഒരുക്കാൻ വേണ്ടിയിട്ട് മുകളിലത്തെ റൂമിലോട്ട് പോവുകയാണ്. അങ്ങനെ അലീനയെ അതിസുന്ദരിയായിട്ട് ഒരുക്കി താഴേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ബാലചന്ദ്രൻ അലീനയെ കണ്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അതിസുന്ദരിയായ ഒരു മകള് എന്നെ ഉപേക്ഷിച്ച് ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടാവില്ലല്ലോ, എനിക്ക് താങ്ങായും തണലായും നിന്ന എൻ്റെ മകൾ ഇവിടെ നിന്ന് പോവുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ച് കണ്ണുനീർ നിറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആ വേഷത്തിൽ അതിസുന്ദരിയായ അവളെ കണ്ടപ്പോൾ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. രോഹിത്താണെങ്കിലും എൻ്റെ ചേച്ചിയാണല്ലോ എന്നുള്ള ആ ഒരു രീതിയിൽ ഇങ്ങനെ ഷോക്കായിട്ട് അലീനയെ കണ്ടു നിൽക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, സുന്ദരിയായിട്ടുണ്ടല്ലോ, എന്നും ഒരേ വേഷത്തിൽ കാണുന്ന ഇന്നൊരു ചേഞ്ച് ആയപ്പോൾ എന്ത് ഭംഗിയാണ് എൻ്റെ മോളെ കാണാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബബിതയും കൃഷ്ണമോളും ഇനി കണ്ണ് വെക്കല്ലേ അച്ഛ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇത് വല്ലാത്തൊരു ഇതായി പോയി, എനിക്ക് ആ ചുരിദാർ തന്നെ മതിയായിരുന്നു, ഇതൊക്കെ എന്തോ മേലിട്ട് ബുദ്ധിമുട്ടാവുന്നത് പോലെ തോന്നുന്നു അച്ഛാ, എനിക്ക് ചുരിദാർ മതി, ഞാൻ അതിട്ടോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്ന് ഇങ്ങനെ ഇറങ്ങിയാൽ മതി, ഇവരുടെ ഇഷ്ടമല്ലേ, ഏതായാലും അതുപോലെ നടക്കട്ടെ, അനിയത്തിമാരുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെയാണ് വീണ്ടും ഒരു സർപ്രൈസ് ആയിട്ട് ബാലചന്ദ്രൻ ഒരു ജ്വല്ലറിയുടെ ബോക്സുമായിട്ട് അലീനയുടെ അടുത്തോട്ട് വരുന്നത്. അതിലൊരു മാലയായിരുന്നു. അങ്ങനെ അത് പെട്ടി തുറന്ന് അലീനയ്ക്കത് സമ്മാനിക്കുകയാണ്. ഇത് ഈ അച്ഛൻ്റെ വകയാണ്, എനിക്ക് എപ്പോഴാണ് ഈ അച്ഛൻ്റെ വകയായിട്ട് വാങ്ങിത്തരാൻ പറ്റുക എന്നൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഇത് സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അലീന ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ബാലചന്ദ്രൻ ബബിതയോട് ഇത് ചേച്ചിക്ക് അണിഞ്ഞു കൊടുക്കും മോളെ, എങ്ങനെയുണ്ട് എന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ബബിത അതെടുത്തിട്ട് അലീനയുടെ കഴുത്തിൽ അണിഞ്ഞു കൊടുക്കുകയാണ്. അത് സന്തോഷത്തോടു കൂടെ നോക്കി നിൽക്കുകയായിരുന്നു ബാലചന്ദ്രൻ. അങ്ങനെ പിന്നീട് യാത്ര പറയാനുള്ള സമയം അടുത്തു കഴിഞ്ഞു. എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് വരാൻ പറഞ്ഞ് ബാലചന്ദ്രൻ കാറിലോട്ട് പോവുകയാണ്. കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. അത് തുടച്ച് പതുക്കെ ആരും കാണാതെ കാറിലോട്ട് പോവുകയാണ്. അങ്ങനെ പിന്നീട് എല്ലാവരോടും രോഹിത്തിനോടും കൃഷ്ണമ്മളോടും ബബിതയോടും അലീന യാത്ര പറയുകയാണ്. അങ്ങനെ അലീന, വീണ്ടും കാണാം നമുക്ക്, ഞാൻ ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സ് ഇവിടെ ആയിരിക്കും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും, നമ്മൾ ഇടയ്ക്ക് കാണാലോ, എന്നേക്കുമായിട്ട് പോവുകയല്ലല്ലോ, നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും എന്നെ കാണാൻ വരാലോ, അതുപോലെ എനിക്ക് തോന്നുന്ന സമയത്തും ഇങ്ങോട്ട് വരാലോ, അതുകൊണ്ട് മക്കൾ കരയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അലീന എല്ലാവരെയും കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്.
നെടുമ്പുരയ്ക്കൽ നിന്നുമുള്ള ഓരോ പടികൾ ഇറങ്ങുന്ന സമയത്തും തൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരങ്ങനെ ഒഴുകുകയായിരുന്നു. അമ്മയെക്കുറിച്ച് ആലോചിച്ചിട്ട് സ്വന്തം അമ്മയോട് നല്ലതുപോലെ ഒന്ന് സംസാരിക്കാനോ ഒന്നിനും സാധിച്ചില്ലല്ലോ. ഈ വീട്ടിൽ വരുന്ന സമയത്ത് എൻ്റെ അമ്മയെ കാണണമെന്നും കെട്ടിപ്പിടിച്ച് സംസാരിക്കണമെന്നും ഒരു ആഗ്രഹത്തോടു കൂടി വന്നതായിരുന്നു. പക്ഷെ അതൊന്നും സാധിക്കാതെയാണല്ലോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് എന്നുള്ള ഒരു സങ്കടമായിരുന്നു അലീനയുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അലീന അവിടെ നിന്നും പോവുകയാണ്.